ഞാൻ റീല് ചെയ്തതാണോ കുഴപ്പം? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? പലതും എന്റെ കണ്ണിൽ കണ്ടിട്ടും, ഓപ്പണായിട്ട് പറയാം, പലതും എന്റെ കണ്ണിൽ കണ്ടിട്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ ചുമ്മാ വെറുതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന്? ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പത്തേനും ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്. അങ്ങനെ ചെക്കപ്പ് ചെയ്യത്തില്ലെന്ന് ഏതെങ്കിലും അമ്മമാർക്ക് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് ചെല്ലുവാണെങ്കിൽ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. നിരത്തിയായിരിക്കും ടെസ്റ്റ് തരുന്നേ. രേണുസുദിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കോൺക്രീറ്റ് ബുദ്ധിയുള്ള ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയുമായിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷെ വേറെ ആരും പറയത്തില്ല. അതായത് അങ്ങനെ ഇല്ലെന്ന് തലയ്ക്കകത്ത് താമസമുള്ള ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയണം. ഇപ്പൊ പബ്ലിക്കിലേക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറയുന്ന കാര്യം സത്യമായിരിക്കണം. രേണുസുദിൻ ചെയ്യുന്ന അതല്ല. ഇപ്പോഴും പറയുന്ന പലതും കള്ളത്തരമാണ്. ഇപ്പൊ രേണുസുദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും അവരെന്തെങ്കിലും പറയട്ടെ എന്ന്. ഇപ്പൊ രേണുസുദിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ രേണുസുദി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പൊ അവരോട് ആളുകൾക്ക് കുറച്ച് സഹതാപമുണ്ട്. അവർ നെഗറ്റീവ് കാണിക്കുമ്പോഴും നിങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ ഭാവിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും കാണത്തില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രേണുസുദിനെ സപ്പോർട്ട് ചെയ്ത സജന, ശ്രീതു ഒക്കെ രേണുസുദിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുദിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ രേണുസുദിനെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിലൊക്കെ പോയപ്പോഴത്തേനും രേണുസുദിക്ക് ഒരുപാട് വോട്ടൊക്കെ പിടിച്ചു കൊടുത്തവരാണ്. അവര് രേണുസുദിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുദിയുടെ ഭാഗത്ത് ഉറപ്പായിട്ടും തെറ്റുണ്ട്. അതിനെ അവർ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേനും ആളുകൾ അവരെയും വിമർശിക്കുകയാണ്. സത്യം പറയുവാണെങ്കിൽ രേണു പറഞ്ഞ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് സജീനയ്ക്കും ശ്രീധുനും ഒരു ബന്ധവും ഇല്ല. രേണു ഇതുപോലെ ക്യാഷ് പിടിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അവരുടെ പേര് വ്യക്തമാക്കുന്നില്ല. രേണു മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഈ പറയുന്ന കുറെ പേര് പറയുന്നുണ്ട് രേണുവിന് വേണ്ടി ഒരു സ്ത്രീ ക്യാഷ് പിടിക്കുന്നു എന്നുള്ളത്. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അത് ഒന്നുമല്ലായിരിക്കാം, പക്ഷെ നമുക്കത് കുറച്ച് ഇഷ്യൂ ഉള്ള കാര്യമാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ഈ ഒരു രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്, നിങ്ങൾക്കും പണി കിട്ടുമെന്ന്. നിറയെ പേര്, ഞാൻ ആരുടെയും, എനിക്ക് ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ പലരും തന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് മെസ്സേജ് ഇട്ടതാണ് ചെയ്യരുത്, ആ ക്യാരക്ടർ ശരിയല്ല, നിങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ള. പക്ഷെ ആരുടെയും വാക്ക് വിശ്വസിക്കാതെ പലതും എന്റെ കണ്ണിൽ കണ്ടിട്ടും, ഓപ്പണായിട്ട് പറയാം, പലതും എന്റെ കണ്ണിൽ കണ്ടിട്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ ചുമ്മാ വെറുതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന്? ആർക്ക് വേണ്ടിട്ട്? എനിക്കിപ്പോ തോന്നുന്നു ഞാൻ ചെയ്ത വെറും തെറ്റാണ്. ഇപ്പൊ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഏത് വീഡിയോ ഇട്ടാലും ഇവരുടെ പേരാണ് കമന്റ് ബോക്സിൽ കൊണ്ടുവന്ന് എല്ലാവരും ഇടുന്നേ. സത്യം പറയുവാണെങ്കിൽ ഇവർക്ക് ഇതിൽ ഒരു ബന്ധവും ഇല്ല. എന്റെ അറിവിൽ ഇവർ വ്യക്തികളുടെ കയ്യിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ പൈസ വരിച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ രേണു ഇക്കാര്യം സത്യമാണോ പറയുന്നോ എനിക്കറിയത്തില്ല. ആരും സോഷ്യൽ മീഡിയയിൽ കൂടി രേണുവിന്റെ പേരിൽ പൈസ വിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു പോസ്റ്റ് പോലും കണ്ടിട്ടില്ല പൈസ വിരിക്കുന്നതിന്റെ. ഒരിക്കലും രേണു പൈസ വിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഫ്രണ്ട്സ് പൈസ വിരിച്ചെന്നാണ് പുറത്തു വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും എല്ലാവരെയും ആളുകൾ ഡൗട്ട് ചെയ്യും. ഈ സജീനേനെയും ശ്രീധുവിനെയും ഒക്കെ ഡൗട്ട് ചെയ്യും. കാരണം രേണുവിന്റെ ഫ്രണ്ട്സ് ആണ് ഇവര്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്ന് നിർത്തില്ല, പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. രേണുവിന്റെ ഫ്രണ്ട്സ് എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടി പൈസ വിരിച്ചെന്നുള്ള മെസ്സേജ് പുറത്തു വരുമ്പോഴത്തേനും രേണുവിന്റെ ഫ്രണ്ട്സിലുള്ള എല്ലാവരെയും ആളുകൾ ഡൗട്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം തെറ്റിയാത്ത ആൾക്കാർക്കും അത് ദോഷമായിട്ട് ബാധിക്കും. ആരാണ് തെറ്റിയത്, ആരാണ് പൈസ വിരിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയണം. അവര് തെറ്റ് ചെയ്ത ആളുകളല്ലേ. ഫ്രണ്ട്സ് ആണെങ്കിലും അവർ സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ആകണം. രേണുസുദി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലെ രേണുസുദി പറയുന്നത്, ഞാൻ ഇത്രയും കാലം ചെയ്ത സബ്സ്ക്രിപ്ഷൻ ഒക്കെ തെറ്റായിരുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് എന്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നേ, ഞാൻ ഇനി സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻസറിൽ നിന്ന് സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസാക്ഷ്യം പറയാൻ പോകുന്നതാണ് രേണു പറയുന്നേ. രേണുസുദിക്ക് ഈ രോഗം വന്നതിന് ശേഷം രേണുസുദി പറയുന്നുണ്ട്, എല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. എന്റെ ഈ രോഗം മാറ്റിത്തരേണ്ടത് ദൈവമാണ്. ഒരുപാട് വചനങ്ങളൊക്കെ രേണുസുദി പറയുന്നുണ്ടായിരുന്നു. സത്യം പറയുവാണെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അതായത് മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. പക്ഷേ രേണുസുദിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഒന്നും തെറ്റല്ല. അവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത് അത് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പറയാനുള്ളത് രേണു സന്യാസിയായിട്ടോ പ്രവാചകനായിട്ടോ എന്ത് വേണമെങ്കിൽ പൊക്കൂ. പക്ഷെ തെറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നെഗറ്റീവിനെ ന്യായീകരിച്ചിട്ട് പഴയ പോലെ ആവരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അതിനെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകും. അതൊരു സമൂഹത്തിന് തന്നെ വിപത്തായിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ സാധ്യത കാണും. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അതിന്റെ പുറകെ പോകും. അത് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. രേണുസുദിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനെ ആരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് രേണുസുദി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്
മറ്റുള്ളവരെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. രേണുസുതിക്ക് രോഗം വന്നതിന് ശേഷം മുമ്പ് രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അസുഖം ശത്രുക്കൾക്ക് പോലും വരില്ലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് രേണുസുതിനെ ഒരുപാട് ആളുകൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി രേണുസുതി പഴയ പോലെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും രേണുസുതിയോട് വെറുപ്പാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് രേണുസുതി സ്വയം എടുത്ത തീരുമാനമായിരിക്കും ഇനി ഞാൻ സബ്സ്ക്രിപ്ഷൻ ഒന്നും ചെയ്യുന്നില്ലെന്ന്. അത് നല്ലൊരു തീരുമാനമാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ കിച്ചു ഉറപ്പായിട്ട് തിരിച്ചു വരും. കാരണം കിച്ചുവിനെ രേണുസുതിയോട് വിരോധം തോന്നാനുള്ള കാരണവും ഈ സബ്സ്ക്രിപ്ഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്താണ് കിച്ചു രേണുവിനോട് പിണങ്ങിയത്, രേണുവിനെ കാണാനൊക്കെ വരുന്നത് കുറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം രേണുസുതി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ റീല് ചെയ്തതാണോ കുഴപ്പം? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ. ഇത് ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിന്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. അതായത് ക്യാൻസർ പോലുള്ള ഒരു മഹാരോഗം ആർക്കും വരില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സുവിശേഷം പറയാൻ പോകുന്ന രേണുവാണ് മറ്റുള്ളവരെ 10 തലമുറയെ പറഞ്ഞിട്ട് പ്രാകുന്നേ. ആദ്യം വിട്ട വീഡിയോ പറയുന്നുണ്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്, അത് തെറ്റായിട്ട് എനിക്ക് തോന്നി, ഞാൻ ഇനി ക്യാൻസർ മാറിയിട്ട് അത് ചെയ്യില്ലെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ കുറെ വീഡിയോ ചെയ്തതാണ് നിങ്ങളുടെ പ്രശ്നം, അതിൽ എന്ത് തെറ്റാണുള്ളതെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുന്നത്? പിന്നെ രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് രേണുസുതിക്ക് നേരത്തെ അറിയാമെന്ന്. അത് നുണയാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് ക്യാൻസറിന്റെ സീരിയസ്നെസ് എല്ലാ മനുഷ്യർക്കും അറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ജസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് അതിന്റെ ചികിത്സ തേടും, കാരണം നമുക്ക് ജീവനിൽ പേടിയുണ്ട്. രേണു പറയുന്ന വേറൊരു കാര്യമുണ്ട്, 15-ാം വയസ്സിൽ രേണുവിന്റെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു, അതാണ് പിന്നീട് ക്യാൻസർ ആയിട്ട് മാറിയത്. ഡോക്ടർ പണ്ടിക്കാര് സൂചിപ്പിച്ചെന്ന് രേണു പറയുന്നുണ്ട്. അത് പക്കാ നുണയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിയോടാണെങ്കിലും ആ കാര്യം ഡോക്ടർ നേരിട്ട് പറയത്തില്ല. ഇങ്ങനെയുള്ള സീരിയസ് കാര്യമൊക്കെ പാരന്റ്സിനോടെ പറയത്തുള്ളൂ. രേണുവിന് 18 വയസ്സ് പോലും ഇല്ല ആ സമയത്ത്. എന്നിട്ടാണ് രേണു പറയുന്നത് ഡോക്ടർ അത് സൂചിപ്പിച്ചെന്ന്. ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ശരീരത്തിനൊരു മുഴയുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ പിന്നീട് അത് ക്യാൻസർ ആയി മാറും എന്ന് പറയുമ്പോഴത്തേനും ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന പേടി എത്രത്തോളം ആണെന്ന് നമുക്കറിയാം. അത് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ആ പെൺകുട്ടി ഇത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കും. ചില പെൺകുട്ടികളാണെങ്കിൽ ആ മുഴ എടുത്തു കളഞ്ഞാലും അവർക്ക് വീണ്ടും പേടി തോന്നും, ആ മുഴ പിന്നെയും വരുമോന്ന്. അങ്ങനെയൊക്കെ ഭയം തോന്നും. ഈ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഡോക്ടർ ചിന്തിച്ചിട്ടേ ആരോട് ഈ കാര്യം പറയണമെന്ന് ഡോക്ടർ തീരുമാനിക്കത്തുള്ളൂ. ഒരിക്കലും നേരിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോഴത്തേനും ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്, അങ്ങനെ ചെക്കപ്പ് ചെയ്യത്തില്ലെന്ന് ഏതെങ്കിലും അമ്മമാർക്ക് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമോ? രേണുസുതിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കോൺക്രീറ്റ് ബുദ്ധിയുള്ള ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയുമായിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷെ വേറെ ആരും പറയത്തില്ല. അതായത് അങ്ങനെ ഇല്ലെന്ന് തലയ്ക്കകത്ത് താമസമുള്ള ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തെങ്കിലും രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കണം, നേർച്ചയിടണം, അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സത്യം പറയുവാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമുണ്ട്, എന്റെ വീടിന്റെ അടുത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മാറും എന്ന് പറഞ്ഞോട്ടെ കുറെ ആൾക്കാർ വന്നിട്ട് അവരുടെ വീട്ടിലെ ഡെയിലി അലറി പ്രാർത്ഥന, നല്ല ശബ്ദത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്നാണ് അവർ പറയുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരിയാകത്തില്ല, എല്ലാം ദൈവം മാറ്റിക്കോളൂന്ന്. അതായത് 5 ദിവസത്തോളം അവരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു. 6ാമത്തെ ദിവസം ആ പുള്ളിക്കാരൻ മരിച്ചു. ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ രേണുസുതി ഒരുപാട് നുണയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഗർഭകാലത്ത് ഫുള്ള് ചെക്കപ്പ് ചെയ്യും, നമ്മുടെ ശരീരം ഫുള്ള് ചെക്കപ്പ് ചെയ്യും. ആ ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും ഫീഡ് ചെയ്യാൻ പാടില്ലെന്ന്, അതായത് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ പാടില്ലെന്ന്. ഇപ്പൊ മെഡിക്കൽ ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട്. 15 വയസ്സുള്ളപ്പോൾ നിങ്ങൾ ഡോക്ടർ ആ കാര്യം പറഞ്ഞു. അതായത് അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ടെക്നോളജി വികസിച്ച സമയത്ത് ഡോക്ടർമാർ അത് കണ്ടുപിടിച്ചില്ലെന്ന് പറയുവാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പാടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല, നിങ്ങളുടെ വീട്ടുകാരോടെ പറയത്തുള്ളൂ. ആ സമയത്തും നിങ്ങളുടെ വീട്ടുകാർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ വലിയ പാടാണ്. നിങ്ങൾ എന്തെങ്കിലും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻസർ വന്നപ്പോഴത്തേനും കുറെ കാര്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞു. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ആളുകൾക്കെല്ലാം മനസ്സിലാകും. ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ള ആളുകളുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെല്ലുന്നത്. അവർ നന്നായിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കും. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം നിങ്ങൾ പറയുന്ന എല്ലാം കള്ളമാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ പിന്നീട് അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോടുള്ള വിശ്വാസം ഒട്ടും ഇല്ലാതാകും. നിങ്ങൾക്ക് ക്യാൻസർ വന്ന സമയത്ത് അത് റീച്ചിന് വേണ്ടിയിട്ടാണോ അല്ലാതെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിരുന്നു. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കള്ളങ്ങളും ഒക്കെ വന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നിയത്. ഒരു രോഗത്തെ പറ്റി ഒരാൾ തെറ്റിദ്ധാരണകൾ പടർത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെ വിമർശിക്കും. അതിന് ഒരു ദാക്ഷിണ്യവും ഇല്ല. അത് ആരാണെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് ചിന്തിച്ചിട്ട് പറയുക. ഈ രോഗം വന്ന ഒരുപാട് ആളുകളുണ്ട്.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. അതായത് സത്യമാണോ പറയുന്നത് നുണയാണോന്ന്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സും കാണുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും മനുഷ്യരാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ഒക്കെ അവരും കാണുന്നുണ്ട്. നിങ്ങളിങ്ങനെ കള്ളത്തരം പറയുമ്പോഴത്തേനും നിങ്ങളെ കുറിച്ച് അവർ ഓർക്കുന്നത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നില്ല ഒരു ഡോക്ടർ വന്നിട്ട് ഇവര് പറഞ്ഞ കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇടുമെന്ന്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഇത് കാണുവാണെങ്കിൽ അവർ ഓർക്കും രേണുസുതി ഒരു സാധാരണ സ്ത്രീയാണ്, ഒരു ഡോക്ടർ അല്ല. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, വല്ല റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ആരുടെങ്കിലും ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ അവർ ഓർക്കത്തുള്ളൂ. പക്ഷെ ഒരു ഡോക്ടർ വന്നിട്ട് നെഗറ്റീവായിട്ട് വന്ന് പറയുവാണെങ്കിൽ മറ്റൊരു ഡോക്ടർ വന്നിട്ട് പ്രതികരിക്കും. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പം പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ രേണുസുതി കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ പേര് വലിച്ചിട്ടു. കിച്ചു എന്നെ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. കിച്ചുവിന്റെ കമന്റ് ബോക്സ് ഇൻസ്റ്റയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, ഫുള്ള് തെറിയാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള കമന്റ് ആണ് അവർ വരുന്നത്. രേണുസുതിക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്തെങ്കിലും അവനോട് പറയാനുണ്ടെങ്കിൽ അവനെ വിളിക്കുക. രേണുസുതിക്ക് അങ്ങോട്ടും വിളിക്കാം. കാരണം അവന്റെ അവസ്ഥകളൊക്കെ അവനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവനിപ്പോ വിളിച്ച് സംസാരിക്കാൻ അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രേണുസുതി അവനെ വിളിച്ച് സംസാരിക്കണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇട്ടത് മോശമായി പോയി. ഇനിയെങ്കിലും വായിൽ നിന്ന് വരുന്ന വാക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ രേണുസുതിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മുമ്പ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും കള്ളവും നെഗറ്റീവും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ സപ്പോർട്ട് ഇല്ലാതാക്കരുത്.